ഞാൻ മനസ്സിലാക്കുന്നത് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾ BJP-യുടെ ഭാഗത്തുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസിന് പിന്തുണക്കാനുള്ള പ്ലാനൊന്നുമില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വരുന്നത് ഞങ്ങളൊരു ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ടാണ് ഇതുവരെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ശക്തമായ പ്രതിപക്ഷമായി നിലനിൽക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. കോഴിക്കോട് കോർപ്പറേഷനിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ BJP അംഗങ്ങളാണ്. BJP 6-ൽ നിന്നും 13 പേരിലേക്ക് എത്തിയ ഒരു സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു നിമിഷത്തിലാണ് ഇപ്പോഴുള്ളത്. BJP-യുടെ കൗൺസിലർമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റിനീഷ്, 6 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ നമ്പർ, 13ലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തവണ എങ്ങനെയായിരിക്കും പെർഫോമൻസ് കൗൺസിൽ? ഞങ്ങൾ കഴിഞ്ഞ തവണ 7 സീറ്റിൽ നിന്ന് ഈ പ്രാവശ്യം 13 സീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 20 സീറ്റിൽ 2ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ 17 സീറ്റിൽ 2ാം സ്ഥാനത്താണ്. അതായത് ഞങ്ങൾ പ്രതീക്ഷ സീറ്റുകളിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാനും വിജയിക്കാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു കൗൺസിലാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിയാത്മകമായി പ്രതിപക്ഷമായി ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. വികസനത്തിന്റെ പാതയിൽ അത് കഴിഞ്ഞ തവണയും വികസനത്തിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായ കാര്യങ്ങൾ ഞങ്ങൾ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനവിരുദ്ധമായ നിലപാടിൽ അതിശക്തമായ പ്രതിരോധവും സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ക്രിയാത്മകമായ വികസനത്തിന് എല്ലാ പിന്തുണയും നൽകുന്നതോടൊപ്പം തന്നെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ കൗൺസിലിൽ നേതൃത്വം നൽകും. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. പോസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്സ് ആണ്. വികസനത്തിന് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് കൗൺസിലിനകത്ത് ഞങ്ങൾ നേതൃത്വം നൽകുന്നതാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ചെയ്യുമല്ലോ? അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ മീറ്റിംഗ് നാളെ, കോർ കമ്മിറ്റി മീറ്റിംഗ് നാളെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾ BJP-യുടെ ഭാഗത്തുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസിന് പിന്തുണക്കാനുള്ള പ്ലാനൊന്നുമില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വരുന്നത് ഞങ്ങളൊരു ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ടാണ് ഇതുവരെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ശക്തമായ പ്രതിപക്ഷമായി നിലനിൽക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്തായാലും പുരുഷാംഗങ്ങളും വനിതാംഗങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയാണ്. നവ്യ, ഇത്തവണ വീണ്ടും വരികയാണ്. എങ്ങനെയായിരിക്കും ഫ്ലോറിലെ ഒരു പെർഫോമൻസ് BJP-യുടെ? അതെ, 3ാമത്തെ തവണയാണ് ഞാൻ കാരപ്പുറമ്പ് നിന്ന് തന്നെ മത്സരിച്ച് വിജയിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം BJP 13 കൗൺസിലർമാർ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിർണായക ശക്തിയായിട്ട് ഇന്ന് BJP മാറിയിരിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാകും. തീർച്ചയായിട്ടും ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് വികസനം മാത്രമാണ്. ആ വികസന കാഴ്ചപ്പാടിന് കോഴിക്കോട് കോർപ്പറേഷൻ ഒപ്പം ഉണ്ടാകും. എന്നാൽ ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന സമയത്ത് ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളുമായിട്ട് ഞങ്ങൾ മുൻപിൽ തന്നെ ശക്തമായ പ്രതിപക്ഷമായിട്ട് നിലകൊള്ളാൻ തന്നെയാണ് BJP-യുടെ തീരുമാനം. മുതിർന്ന അംഗം നമ്പിടി നാരായണൻ കൂടിയുണ്ട്. എനിക്കൊന്ന് ആദ്യത്തെ കൗൺസിൽ താങ്കളെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ 13ലേക്ക് എത്തുമ്പോൾ വളരെ സന്തോഷമാണ് 13ലേക്ക് എത്തുന്ന സമയത്ത്. എന്തായിരുന്നാലും കഴിഞ്ഞ സമര പരിപാടികളിലൂടെ ജനങ്ങളെ മനസ്സിൽ BJP കയറിയതാണ് ഈ വിജയത്തിനുള്ള അടിസ്ഥാന കാരണം. നിറഞ്ഞ അഴിമതിയായിരുന്നു കഴിഞ്ഞ കൗൺസിലിലൊക്കെ ഉണ്ടായിരുന്നത്. അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വിജയം ജനങ്ങൾ സമ്മാനിച്ചു തന്നതാണ്. തീർച്ചയായും ശക്തമായ പ്രതിപക്ഷമായി കോഴിക്കോട് കോർപ്പറേഷനിൽ BJP-യുടെ ഒരു നിര ഉണ്ടാകുമെന്ന് തന്നെയാണ് കൗൺസിലർമാർ ഉറപ്പ് നൽകുന്നത്. ജയ്സിൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.